വലിയ പുഞ്ചനിയോട് കൂടി നമ്മളെല്ലാവരും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടൊവിനോ തോമസിനെ നല്ലൊരു കൈഡി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. So ladies and gentlemen, please put your hands together and welcome the very young, charming and handsome ടൊവിനോ തോമസ്. So ടൊവിനോ, welcome. അപ്പം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു മൊമെന്റിൽ എന്താണ് ടൊവിനോ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ വിജയ ആവശ്യമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഗൈഡിങ് എല്ലാത്തിനും ഒരുപാട് നന്ദി. ഞാനും വനരാജൻ തമ്മിലുള്ള പരിചയത്തിലൊരു 10 വർഷത്തിലധികം പഴക്കമുണ്ട്. ഞങ്ങൾ സെനത്തിരി എന്നുള്ള സിനിമയിൽ വനരാജ് അസോസിയേറ്റ് ആയിരുന്നു. അത് ഞാനെല്ലാം അഭിനയിച്ചിരുന്നു. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ നിഷ്ക്രിയ ഞാൻ ആദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്ന പിന്നീട് മാറിപ്പോയ ഒരു സിനിമയാണ്. അതിന്റെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്ത് ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്ത് തുടർന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ പറ്റി അല്ലാത്ത സിനിമകളെ പറ്റി പൊതു കാര്യങ്ങളെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ് ഞങ്ങളുടെ. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക, ഇന്ന് അതിൻ്റെ ടൈറ്റിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് കൊണ്ട് നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നല്ല ഐശ്വര്യമുള്ള ഒരു തുടക്കവും തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ എല്ലാമായ ബാധക തീർച്ചയായിട്ടും ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമയുടെ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരൻ സാർ, ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫോട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനും എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി സാർ. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ബാക്കിയുള്ളവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാനാണെങ്കിലും അഭിനാണെങ്കിലും പിന്നെ എഡിറ്റർ ഷെയറാണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന അമലേട്ടനാണെങ്കിലും തുടങ്ങി കോസ്റ്റ്യൂം ചെയ്യുന്ന എന്റെ DOP വിജയ് എന്ന് പറയുന്ന അമേരിക്കയുടെ അസിസ്റ്റന്റായിട്ട് നിന്റെ ഉള്ളിലുണ്ടായിരുന്നതാണ്. അപ്പൊ എല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ഇങ്ങനെയുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ജയിച്ചേരനാണ് എൻ്റെ മ്യൂസിക്. അങ്ങനെ ഒരുപാട് എല്ലാവരും നേരിട്ട് പറയാത്ത ഇനിയും ആളുകളുണ്ട്. ഈ ഒരു സിനിമ വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി എടുക്കുന്ന ഒരു സിനിമയാണ്. ഇതിനൊരു മാസ് മസാല എന്റർടൈനർ ഒന്നായിരിക്കില്ല, പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും. ഗുഡ് വാച്ച് ആയിരിക്കും. ഒരിക്കലും സംഭവിക്കുന്ന ഒരു സിനിമയായിരിക്കില്ല. ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ച നമ്മുടെ റൈറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനും വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞപോലെ തന്നെ എല്ലാവരും കുറച്ചുകൂടെ ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവരും ഉണ്ടാവണം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവർ വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റ് അഭിനയാംശങ്ങളും എല്ലാവർക്കും നന്ദി. തുടർന്ന് അങ്ങോട്ട് ഈ സിനിമയുടെ തുടക്കമാണ്. അപ്പോൾ ഈ സിനിമ രംഗത്തിന് വരെ ഇറങ്ങിയതിനു ശേഷവും ഒക്കെ എല്ലാവരും കുറേ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകർ, മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ തീർച്ചയായിട്ടും നല്ല മീഡിയ പ്രേക്ഷകരോട് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അതിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനി തുടർന്ന് ഈ സിനിമയുടെ മറ്റ് ഫംഗ്ഷനുകളായിട്ടും ഒക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ വീണ്ടും തരും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു സുഹൃത്ത് എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെന്തായാലും ഇവിടെ പറയാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ കൂടെ തന്നെയുള്ള ഒരു ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ചേരൻ സാറും കൂടെയാണ്, സുഹൃത്തുക്കളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് സ്ക്രീൻ അഭിനയിക്കാൻ കൂടെ പോവാണ്. സോ അത് എത്രത്തോളം ടൊവിനോ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോഗ്രാഫും പോക്കിഷവും ഒക്കെ പോലെ മനസ്സിൽ തൊടുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും ഒക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്.
ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ അടുപ്പത്തിൽ തന്നെ പെരുമാറി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അനുരാജ് ഈ ക്യാരക്ടർ ചെയ്യുന്ന ജയൻ സാറാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷം ഞാൻ തന്നെയായിരിക്കും. കാര്യം ഈ ഒരു ക്യാരക്ടർ അതും എളുപ്പമുള്ള ക്യാരക്ടർ അല്ല, ഭയങ്കര ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്നും ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ കിട്ടിയതിൽ വലിയ സന്തോഷവും എക്സൈറ്റ്മെന്റും ആണ്.